നമസ്കാരം. KS കിസാമറിന്റെ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പല ആൾക്കാർക്കും, അതായത് തുടക്കക്കാർക്ക്, നമ്മുടെ തേനീച്ചപ്പെട്ടിയിൽ അട കുടയാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ അല്ലാതെ തന്നെ നമുക്ക് തേനെടുക്കുന്ന സമയത്തൊക്കെ അട കുടയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമുക്ക് ഈച്ച എങ്ങനെ കുത്താതെ അട കുടയാം എന്നുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അപ്പം അതിനായി നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ചാക്ക് വേണം. ഇനി നമുക്ക് ഒന്നെങ്കിൽ ഇതുപോലെ ഒരു ബ്രൂട്ട് ചേമ്പർ ഒരെണ്ണം ആക്കാം, അല്ലെങ്കിൽ രണ്ടെണ്ണം വെച്ചാലും കുഴപ്പമില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ തേനീച്ചപ്പെട്ടിക്കകത്ത് നമ്മൾ ഈ അട നമ്മൾ എടുക്കുകയാണ്. നമ്മളിങ്ങനെ അട പൊക്കിയെടുത്തു. ഇനി നമ്മൾ ചെയ്യുന്നത് ഇത് കൂട്ടൊരു തട്ട് നമ്മൾ ഇവിടെ വെക്കുകയാണ്. വേണമെങ്കിൽ ഇത് മതി, പക്ഷെ നമുക്ക് കുടയുമ്പോൾ താഴത്തെ ഫ്രെയിമിൽ മുട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ രണ്ടെണ്ണം വെക്കുന്നു. 2 ഹണി ചേമ്പർ വെച്ചാൽ മതി. ഇത് 2 ബ്രൂട്ട് ചേമ്പറാണ്. ഇനിയും നമ്മൾ ചെയ്യുന്നത് ഈ അട ഇവിടെ കുത്തര പിടിച്ചാണ് കുടയുന്നത്. കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മൾ ഇതിനകത്തോട്ട് വെച്ചു. അതിനുശേഷം ഈ കാണുന്ന പ്ലാസ്റ്റിക്കിന്റെ കൂടെ കവർ എടുത്ത് ഇവിടെ വെക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ നമ്മൾ മൂടി, നമ്മുടെ ഈ വശത്തേക്കുള്ള ഭാഗം നമ്മൾ മൂടിയിരിക്കുകയാണ്. ഫ്രെയിം ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഈ കാണുന്നതാണ് ഫ്രെയിം. ഇനി ഈ ഫ്രെയിം നമ്മൾ കുടയാൻ പോവാണ്. ഇതുണ്ടോ, ഈച്ച നമ്മളെ കുത്തുന്നില്ല. ഇതുണ്ടോ. മാത്രമല്ല, റാണിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന് അടി കിടക്കും, എങ്ങും പോകത്തില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോൾ കുത്തനെ പിടിച്ചില്ല. ഇനി നിങ്ങൾക്ക് കാണാം, പതുക്കെ നമ്മൾ ഇവിടുത്തെ പ്ലാസ്റ്റിക് കൂടെ അങ്ങ് മാറ്റുന്നു. ഈച്ച അങ്ങോട്ട് പറന്നു പോകുന്നു. എടുത്തോണ്ട് വരികയാണ്. ഇത് നല്ല തേനുള്ള അടയായിരുന്നു. അടിയിൽ നിന്ന് എടുത്താണ്. സൈഡിൽ നിന്ന് തേനുള്ള അട തന്നെയാണ്. തേനൊക്കെ ആയിട്ടുണ്ട്. കണ്ട, സൈഡിടെ നിന്ന് തേൻ വെച്ചിരുന്നതാണ്. ഇത് മുമ്പ് ഇതിൽ റാണി വിരിഞ്ഞു പോയ ഒരു അടയായിരുന്നു. പഴയ അടയാണ്. അപ്പോൾ ഏതടയായാലും കുഴപ്പമില്ല. നമുക്ക് ഇതുപോലെ നമുക്ക് എത്ര കുത്തുള്ള വെട്ടിയും അതുപോലെ നമുക്ക് എത്ര അറിയത്തില്ലാത്ത ആൾക്കാർക്ക് നമുക്ക് ഈസി ആയിട്ട് തേനീച്ച വളർത്താൻ പറ്റുന്ന ഒരു ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുവാണെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് ഒരു സപ്പോർട്ട് കിട്ടും. അപ്പോൾ താല്പര്യമുള്ള ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തി നമ്മളെ സപ്പോർട്ട് ചെയ്യണം. KS കിസാമറിനെ കുറച്ചുകൂടെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും നന്ദി, നമസ്കാരം.